പുതുതായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാമാജികന്മാരുടെയും പുതുതായി സ്ഥാനമേറ്റ UDF മന്ത്രിമാരുടെയും തിക്കും തിരക്കുമാണ് ശ്രീ വെള്ളാപ്പള്ളിയുടെയും പെരുന്നയിലെ സുകുമാരൻ നായരുടെയും വീടുകൾക്ക് മുമ്പിൽ. വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് മന്ത്രിമാരുടെ സന്ദർശനം കാണുമ്പോൾ, അനുഗ്രഹം തേടിയുള്ള സന്ദർശനം കാണുമ്പോൾ പാവം പിണറായിയോടാണ് സഹതാപം തോന്നുന്നത്. ഒരു പ്രാവശ്യം കാറിലൊന്ന് കയറ്റി കൊണ്ടുപോയി എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രോജക്റ്റ് ചെയ്ത് കാണിച്ചത് വെള്ളാപ്പള്ളിയുടെ വർഗീയതയും ആ വെള്ളാപ്പള്ളിയോട് ശ്രീ പിണറായി വിജയൻ കാണിച്ച സ്നേഹപ്രകടനങ്ങളും അതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ട എന്ന് പറയാം. കാരണം കേരളം പോലെയുള്ള മതസൗഹാർദ്ദത്തിനും സാമുദായിക മൈത്രിക്കും പേരുകേട്ട ഒരു സംസ്ഥാനത്ത് ശശികലമാർ പോലും പറയാനറക്കുന്ന വർഗീയതയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി നിരന്തരം ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, ഓരോ തവണയും ഓരോ പൊതുസമ്മേളനത്തിലും അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രത്യേക സമുദായത്തിന് നേരെയുള്ള കടുത്ത വർഗീയത അദ്ദേഹം തുപ്പിക്കൊണ്ടേയിരുന്നു. ആ ഓരോ തവണയും ഇടതുപക്ഷത്തെ മന്ത്രിമാർ ചെന്ന് അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുകയും മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വർഗീയമല്ല, അത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ പ്രത്യക്ഷ പ്രകടനങ്ങളാണ് എന്ന് അഭിനന്ദിക്കുകയും ചെയ്തപ്പോഴാണ് അതിനെല്ലാം ഒരു മകുടോദാഹരണമായി വെള്ളാപ്പള്ളി നടേശൻ ശ്രീ പിണറായി വിജയന്റെ കാറിൽ കയറി സഞ്ചരിക്കുക കൂടി ആയപ്പോൾ തെരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ വിഭവങ്ങളുമായി, അതായത് ഭരണവിരുദ്ധ വികാരത്തിന് പ്രധാന കാരണമായത് തന്നെ വെള്ളാപ്പള്ളിയോടുള്ള പിണറായി സർക്കാരിന്റെ സമീപനമായിരുന്നു എന്ന് പറയാം വേണമെങ്കിൽ. ആ വെള്ളാപ്പള്ളിയുടെ വർഗീയതയെ ഉയർത്തിക്കാട്ടി ആ വർഗീയതയോട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും സമരസപ്പെട്ടു എന്നുള്ളതായിരുന്നു കോൺഗ്രസിന് വോട്ട് കിട്ടാനുള്ള ഒരു കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ പോലും പ്രധാനമായും കണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പിൽ UDF അഭൂതപൂർവമായ വിജയം കൈവരിച്ചപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ഗവൺമെന്റിന്റെ വർഗീയതയോടുള്ള സമീപനമായിരിക്കാം ഇവരുടെ വലിയ വിജയത്തിന് കാരണമായത് എന്ന് നിഷ്കളങ്കമായ മനസ്സുള്ള എല്ലാവരും വിചാരിച്ചു. പക്ഷേ തുടർന്നിങ്ങോട്ടുള്ള ഓരോ ദിവസവും UDFന്റെ വിജയത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്ന തരത്തിലായിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. UDFന്റേത് കൃത്യമായ ഒരു രാഷ്ട്രീയ വിജയമായിരുന്നോ അതോ മുൻ സർക്കാരിന്റെ ഭരണത്തോടുള്ള എതിർപ്പിന്റെ പ്രതിഫലനമായിരുന്നോ എന്നതിനൊക്കെ അപ്പുറത്ത് മറ്റു ചില ഗൂഢാലോചനകളുടെ കൂടി ചുരുളഴിയുകയാണ്. ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം അരങ്ങേറുന്ന ചില തട്ടിപ്പുകൾ കേരളത്തിലും സംഭവിച്ചു പോയോ എന്ന് സംശയിക്കാൻ തക്ക രീതിയിലാണ് പിന്നീട് ഇങ്ങോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രവർത്തന രീതികളും പ്രസ്താവനകളും കാണുന്നത്. ഇപ്പോൾ എല്ലാറ്റിലും ഉപരി ഏതൊരു വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ വർഗീയതയെ കുറ്റം പറഞ്ഞാണോ കോൺഗ്രസിന്റെ പിന്നാലെ കൂടി വോട്ട് അവർക്ക് മറിച്ചു കൊടുത്തത്, ആ സമുദായത്തിനുൾപ്പെടെ ഷോക്കടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് മന്ത്രിമാരുടെ വെള്ളാപ്പള്ളിയോടുള്ള ഇപ്പോഴത്തെ വിധേയത്വം. ഏതായാലും പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട് പിണറായിയും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് MLA-മാരും അകമേ ചിരിക്കുന്നുണ്ടാവും. മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരാണ് കോൺഗ്രസുകാർ എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് ഇതാദ്യമായിട്ടല്ല ഈ രീതിയിൽ പെരുമാറുന്നത്. കോൺഗ്രസിന്റെ തനി സ്വഭാവം തന്നെ ഇത് തന്നെയാണ്. മതേതരത്വത്തോടും മറ്റ് മത സാമുദായിക സൗഹാർദ്ദങ്ങളോടും അവർക്ക് രാഷ്ട്രീയമായ ചില കണക്കുകൂട്ടലുകളല്ലാതെ ആത്മാർത്ഥമായ ഒരു സമീപനം കോൺഗ്രസുകാരിൽ നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. തിരിച്ചും മറിച്ചും വർഗീയ കക്ഷികളോട് കൂട്ടുകൂടിയും രഹസ്യ ബാന്ധവങ്ങൾ സ്ഥാപിച്ചും കോൺഗ്രസ് എക്കാലത്തും മതനിരപേക്ഷ സമൂഹത്തെ വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ വലിയൊരു ജനവിഭാഗം BJP ഭരണത്തിന്റെ കെടുതികളിൽ നിന്ന് രക്ഷ നേടാൻ കോൺഗ്രസിനെ ഒരു ബദലായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൽ പ്രധാനമായും മുസ്ലിം ന്യൂനപക്ഷവും ദളിതരും കർഷകരുമൊക്കെയാണ്. പക്ഷെ ഒരിക്കലും കോൺഗ്രസിന് BJPയുടെ കെടുതികൾ എന്തൊക്കെയായാലും ഒരു ബദലാവാൻ സാധ്യമല്ല. ഒരു പക്ഷേ BJPയിലെ ചില പടലപ്പിണക്കങ്ങളോ പോസ്റ്റ് മോഡി കാലഘട്ടത്തിൽ അവർക്ക് നേരിടാനുള്ള ചില നേതൃത്വ പ്രതിസന്ധികളോ ഒരു പക്ഷേ കോൺഗ്രസിന് ഒരു അവസരം നേടിക്കൊടുത്താൽ തന്നെ
ഈ കോൺഗ്രസ് ഇപ്പോഴത്തെ അതിന്റെ നേതൃത്വത്തെ വെച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരു ബദലാവുക സാധ്യമേ അല്ല. ബി ജെ പിയിൽ മോഡിക്ക് ശേഷം ഉണ്ടാവാനിടയുള്ള നേതൃത്വ പ്രതിസന്ധിയെ മുന്നിൽ കണ്ടുകൊണ്ട് കോർപ്പറേറ്റുകൾ കൂട്ടായി കോൺഗ്രസിനെ ഒന്ന് അധികാരത്തിലെത്തിയേക്കാം എന്ന് കരുതിയാൽ അതിൽ അതിശയിക്കാനില്ല. അങ്ങനെ അധികാരത്തിലെത്തുന്ന കോൺഗ്രസ് ഒരിക്കലും ബി ജെ പി ഉണ്ടാക്കിയ ഡാമേജുകൾ, രാജ്യത്തിനുണ്ടാക്കിയ കെടുതികൾ പരിഹരിക്കുകയല്ല ചെയ്യുക. അവർ അവിടുന്ന് അങ്ങോട്ടുള്ള അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ 60 വർഷം ഇന്ത്യയിൽ എന്തൊക്കെയാണോ ചെയ്തത് അത് തന്നെ തുടരുകയായിരിക്കും ഫലം. ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല കരി നിയമങ്ങൾക്കും രൂപം കൊടുത്തത് ഈ കോൺഗ്രസ് ആയിരുന്നു അവരുടെ അധികാരകാലത്ത് എന്ന് കാണാം. ഒരുപക്ഷെ അമിത്ഷായേക്കാൾ മതന്യൂനപക്ഷങ്ങൾക്ക് ദ്രോഹം ചെയ്യാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയത് നമ്മുടെ പി ചിദംബരമായിരിക്കാം എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒട്ടും തന്നെയില്ല. ഈ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് പുതുതായി ഉരുത്തിരിഞ്ഞ നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ച്, അതിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ജെൻസി, അതായത് പുതിയ തലമുറയുടെ ആവേശത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ബി ജെ പി ഗവൺമെന്റിന്റെ പല പരാജയങ്ങളെയും പല ജനവിരുദ്ധ പ്രവർത്തനങ്ങളെയും എടുത്തു കാട്ടുന്നതാണ്. സറ്റേറിക് രൂപത്തിലുള്ളതാണെങ്കിലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നിൽ അണിനിരത്തിലുള്ള ചെറുപ്പക്കാരുടെ പ്രതിഷേധ ശബ്ദങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാൻ കഴിയാത്തതോ, പറയാൻ ആർജവമില്ലാത്തതോ, പറയാൻ വിവരമില്ലാത്തതോ, അതല്ലെങ്കിൽ അതിജീവനത്തിന്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ടതോ ആയ പല കാര്യങ്ങളും, രാജ്യത്തെ അതീവ ഗുരുതരമായ പല പ്രശ്നങ്ങളും എടുത്തു പറയുന്നതാണ്. ഈ കോമഡി രീതിയിലുള്ളതാണെങ്കിൽ പോലും, കേവലം മീംസുകളാണെങ്കിൽ പോലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പല അഭിപ്രായങ്ങളും അവരുടെ പല ആവശ്യങ്ങളും, അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ മെച്യൂരിറ്റി വന്ന രാഷ്ട്രീയക്കാർക്ക് പോലും പറയാൻ കഴിയാത്ത തരത്തിൽ പക്വതയാർജിച്ചതാണ്. രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ ഈ യുവജനതയ്ക്ക് നേതൃത്വം കൊടുക്കും. യുവരക്തത്തിൻ്റെതായ ഒരു ഭരണം, പഴഞ്ചന്മാരുടെയും പിന്തിരിപ്പന്മാരുമായ പഴയ ആളുകളുടെ ഭരണത്തിന് പകരമായി യുവാക്കളുടെ ഊർജ്ജസ്വലമായ ഒരു ഭരണം നിലവിൽ വരും എന്ന് സ്വപ്നം കാണുന്ന പലരുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധി ജൻസിയെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ജൻസികളിൽ പലരുടെയും അഭിപ്രായ പ്രകടനം വ്യക്തമാണ്. കാരണം അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അഴിമതി മുക്തമായ ജനക്ഷേമകരമായ ഒരു ഭരണകൂടത്തെ അല്ല രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി ബി ജെ പി ഇറങ്ങിപ്പോയ അധികാരത്തിന്റെ പഴുതിലേക്ക് അധികാരത്തിൽ തിരിച്ചു കയറുക എന്നുള്ള മിനിമം പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെത്, കോൺഗ്രസിൻ്റെതും. അത് വ്യക്തമായ വരും തലമുറകളെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഭാവിയുടെ ഭരണകൂടം അയക്കണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം, എന്ന് പ്രതീക്ഷ ജൻസികൾക്കില്ല ഏതായാലും. പക്ഷെ അവർ രാഷ്ട്രീയമായി മാതൃകയാക്കേണ്ടത് ഒരിക്കലും നേപ്പാളിനെയോ ബംഗ്ലാദേശിനെയോ ആയിക്കൂടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാവും. കാരണം നേപ്പാളിലെ ജൻസികളുടെ രോഷമോ ബംഗ്ലാദേശിലെ പ്രക്ഷോഭമോ നമ്മുടെ നാട്ടിലെ ജൻസികൾ മാതൃകയാക്കരുത്. കാരണം നേപ്പാളും ബംഗ്ലാദേശും പാകിസ്ഥാനും പോലുള്ള രാജ്യങ്ങൾ ഒരിക്കലും ഇന്ത്യയോളം രാഷ്ട്രീയ മെച്യൂരിറ്റി, രാഷ്ട്രീയ പക്വതയാർജിച്ച രാജ്യങ്ങളല്ല. അവിടുത്തെ വിധ്വംസക രീതിയിലുള്ള ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങൾ അവിടുത്തെ ഭരണകൂടങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതേ മാതൃക ഇന്ത്യയിൽ സ്വീകാര്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യ മഹത്തായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രമാണ്. ഇന്നേ വരെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മറ്റ് ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും നേപ്പാളിന്റെയും മുമ്പിൽ പിടിച്ചു നിന്നത് ഇന്ത്യ അതിന്റെ തനതായ മാതൃകാപരമായ രാഷ്ട്രീയ പക്വത കൊണ്ടാണ്. നമ്മുടെ യുവജനങ്ങളുടെ വിപ്ലവങ്ങൾക്കും നമ്മുടേതായ തനിമ വേണം. അത് ഒക്ടോബർ വിപ്ലവം പോലെയോ ഫ്രഞ്ച് വിപ്ലവം പോലെയോ വിധ്വംസകപരമാവരുത്. അത് ഇന്ത്യയുടെ പൈതൃകത്തിന് യോജിച്ച നാനാത്വത്തിന്റെ ഏകത്വത്തെ നിലനിർത്താൻ ഉതകുന്ന തരത്തിലുള്ള മാനുഷിക സ്പർശമുള്ള വിപ്ലവമായിരിക്കണം. അത് നശിപ്പിക്കലിൻ്റെതായിരിക്കരുത്, സൃഷ്ടിപ്പിൻ്റെതായിരിക്കണം. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന മീംസിന് തുടക്കം കുറിച്ച വ്യക്തി ശ്രീ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടത്രേ. അദ്ദേഹം ജന്തർ മന്ദറിൽ ഒരു വലിയ പൊതുയോഗം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് എന്നും കേട്ടു. എങ്ങനെയൊക്കെ ആയാലും അവർ കൃത്യമായ രാഷ്ട്രീയ ദിശാബോധത്തോടെ വേണം മുന്നോട്ട് നീങ്ങാൻ. നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ വരും തലമുറയെക്കുറിച്ച് എന്തെങ്കിലും കരുതലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ യുവജനങ്ങൾക്ക് അവർ ഉയർത്തിയ ഗവൺമെന്റിനെതിരായ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഒപ്പം ചേർന്ന് അവർക്ക് ശക്തി പകരുകയാണ് വേണ്ടത്. ഭരണകക്ഷി അവരെ നഖശികാന്തം എതിർക്കുന്നത് പോലെ അതിനെ
എതിർത്ത് തോൽപ്പിക്കാനോ നിസ്സംഗത പാലിച്ച് അവരെ അവഗണിക്കാനോ ശ്രമിക്കരുത്. ജൻസികളെ എതിർക്കുന്നു എന്നുള്ളത് BJPക്ക് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അവരുടെ അഴിമതികളെക്കുറിച്ചും അവരുടെ പരീക്ഷാ നടത്തിപ്പിലെയും മറ്റ് ക്രമക്കേടുകളെക്കുറിച്ചും ഇത്ര ഗൗരവമായി ഇത്ര ആഴത്തിൽ നമ്മുടെ മുഖ്യധാര കുത്തക രാഷ്ട്രീയക്കാർക്ക് പറയാനായിട്ടില്ല. അതാണ് നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. അതേ പക്വതയും അതേ പാകതയും അതേ ഉത്തരവാദിത്ത ബോധവും അവർ ഭാവിയിൽ നയിക്കാനിരിക്കുന്ന വിപ്ലവങ്ങളിലും കാണണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കാരണം അവർ കേവലം നേപ്പാളിലേക്ക് നോക്കിയോ ബംഗ്ലാദേശിൽ നോക്കിയോ അതിന്റെ ആവർത്തനങ്ങളോ അതിന്റെ കോപ്പിയടിയോ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ യോജിച്ചതായി കൊള്ളണമെന്നില്ല, യോജിക്കുകയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇന്ത്യയുടെ പ്രത്യേകമായ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് അതിന് അനുയോജ്യമായ രീതിയിലുള്ള സമരമുറകളാണ് അവർ ആവിഷ്കരിക്കേണ്ടത്. ജനാധിപത്യം നമുക്ക് ഇനിയും തള്ളിക്കളയാനായിട്ടില്ല. ജനാധിപത്യത്തിന്റെ ഫ്രെയിം വർക്കിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പുതിയ ജനറേഷന് വേണ്ടി ജൻസികൾ മഹത്തായ ഒരു സമരം നയിക്കട്ടെ. അതിന് കൂടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കുസുമ്പും കുന്നായ്മകളും കൈവെടിഞ്ഞ് അവരുടെ സീനിയോറിറ്റി, ഈഗോ തുടങ്ങിയ പ്രശ്നങ്ങൾ അവഗണിച്ച് ഇവരോടൊപ്പം ചേർന്ന് അതിനെ വിജയിപ്പിക്കട്ടെ. അത് തികച്ചും ഇന്ത്യക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാക്കും, രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കും എന്നതിന് സംശയമില്ല. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾ BJPക്ക് അതിന് പങ്കുചേരാനാവില്ല. BJP ഇതര രാഷ്ട്രീയ കക്ഷികൾ ഈ പുതിയ സംരംഭത്തോടൊപ്പം അതിനെ രാഷ്ട്രീയമായി വളർത്തിക്കൊണ്ടാലും അവർക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ശരാശരി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ ഈ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിനെ പോലുള്ള ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ കക്ഷികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ അവരുടെ പുതിയ ആലോചനകളെ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും അവരെ മെച്യൂരിറ്റിയുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് നയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന രാഷ്ട്രത്തിലെ യുവജനതക്ക് അവരുടെ ഭാവിക്ക് അപകടകരമായ സൂചനകളാണ് നൽകുന്നത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് യുവജനങ്ങളുടെ ശബ്ദത്തിന് ചെവി കൊടുത്ത് അവരുടെ സംരംഭങ്ങൾക്ക് അവരോടൊപ്പം ചേർന്ന് സഹായം ചെയ്ത് അവരെ പക്വമായ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് എത്തിക്കാൻ എല്ലാവരും കൂടി പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.